നമസ്തേ, കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഞാനിപ്പോൾ വടക്കൻ പാട്ടുകളിലെ ഒതേനക്കുറുപ്പിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒതേനക്കുറുപ്പിനെ വളരെ നിസ്സാരമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാലുണ്ടല്ലോ, ഓതേനക്കുറുപ്പ് പിന്നെ അവരോട് പകരം ചോദിച്ചിട്ടേ ഒരു കാര്യമുള്ളൂ. അങ്ങനെ ഒരു വീരത്വം അല്ലെങ്കിൽ ശൂരത്വം, അതല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം, അതൊക്കെ ഉള്ള ആളാണ് ഒതേനക്കുറുപ്പ്. അങ്ങനെ ഒരു കഥയാണ് ഇന്നത്തെ ഒതേനക്കുറുപ്പിൻ്റെ കഥ. അതായത് ഒതേനക്കുറുപ്പും കുറ്റ്യാട്ട് വീട്ടിൽ, അവിടെ നാട്ടിൻപുറത്തുള്ള ഒരു വലിയ പ്രഭുക്കന്മാരുടെ തറവാടാണ് മണലൂര്. അവിടെ കുംഭ എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായി. ഒരുപാട് സ്വത്തിനൊക്കെ അവകാശിയാണ്. പക്ഷേ ആ സ്ഥലം, അതായത് മണലൂരിടം എന്ന് പറയുന്ന ആ വലിയ പ്രഭു കുടുംബം സ്ഥിതി ചെയ്യുന്നത് കക്കാട്ട് നമ്പ്യാർ എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജാവിൻ്റെ സ്ഥലമാണ്. അവരുടെ കീഴിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാരെന്ന് പറയുന്ന ആൾ, അന്നൊക്കെ രാജാക്കന്മാരിങ്ങനെ കൂട്ടം കൂടി നാട്ട് കൂടെ ഇങ്ങനെ നടന്നു പോകുമല്ലോ, നാട്ടിൻ പുറത്തൂടെ. അപ്പോഴല്ലേ ഓരോരോ വിശേഷങ്ങൾ അറിയണതും ഉണ്ടാകണതും പുതിയ പല സ്ത്രീകളെ കാണുന്നതും ഇവർക്ക് മോഹം ജനിക്കുന്നത്. അന്നത്തേക്ക് ഒരു സാമൂഹിക വ്യവസ്ഥിതി അത്തരത്തിലുള്ളതായിരുന്നു കേട്ടോ. ഒരു ദിവസം ഇങ്ങനെ കുറ്റ്യേരി നമ്പ്യാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കക്കാട്ട് കുറ്റ്യേരി കാര്യക്കാരൻ്റെ കൂടെ, കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു മാനേജറുടെ സ്ഥാനത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ പോകുമ്പോൾ നല്ലൊരു താമരപ്പൊയ്ക, ആ താമരപ്പൊയ്കയിൽ ഒരു പെൺകുട്ടി കുളിക്കണം. കൂടെ കുറേ തോഴിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ കൂട്ടുകാരൊക്കെ കൂടി പെൺകുട്ടികളങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉടനെ ഈ നമ്പ്യാരെന്ന് പറയുന്ന ആൾക്ക് കുറച്ച് പ്രായമുണ്ട്. 50 വയസ്സിന് മീതെ പ്രായമുള്ള ഒരു നാട്ടുരാജാവാണ് കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാർ. അങ്ങനെ ചെന്നിട്ട് അവിടെ ഒരു കുട്ടി കുളിക്കണ കണ്ടപ്പോൾ കാര്യക്കാരോട് ചോദിച്ചു, ഏതൊരു കുഞ്ഞനാ കുളിക്കുന്നത്? ആ പൊയ്കയിലെ, താമരപ്പൊയ്കയിലെ അല്ലെങ്കിൽ ആ ചിറയിലെ, താമര ചിറയിലെ ഏത് കുട്ടിയാണ് ഈ കുളിക്കുന്നത്? എനിക്കിന്നൊരാശ കണ്ടേരത്ത്, എനിക്കിന്നൊരാശ കൊതിയുണ്ടടോ. ഓളെന്ന് കണ്ണാലെ കണ്ടേരത്ത്, എനിക്കിന്നൊരാശ കൊതിയുണ്ടേടോ. അന്നൊക്കെ ഇത്ര മതി. അവളിപ്പോൾ അവിടെ കുളിക്കണ കാണുമ്പോഴുണ്ടല്ലോ, സ്ത്രീകളുടെ കുളിക്കുന്ന സമയത്ത് കാണുമ്പോൾ ചില സ്ത്രീലമ്പട സ്വഭാവമുള്ളവരൊക്കെ അവരോട്ട് ആവേശം വരും. കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാർക്ക് അത് തന്നെ ഉണ്ടായേ. തൻ്റെ മകളല്ല, അതിലുമൊക്കെ പ്രായം കുറഞ്ഞൊരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഈ ചിറയിൽ നിന്ന് കുളിക്കുന്ന കുട്ടി ആരാന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ കാര്യക്കാരൻ എന്താണെന്നാ പറഞ്ഞത്, അത് മണലൂരു വീട്ടിലെ കുഞ്ഞിക്കുമ്പ. ആ കുട്ടി മണലൂര് വീട്ടിലെ കുഞ്ഞിക്കുമ്പയാണ്. കുഞ്ഞിക്കുമ്പ എന്നാണ് അവളുടെ പേര്. കുമ്പാന്ന് പേര്, കുഞ്ഞിക്കുമ്പാന്ന് വിളിക്കുക. അത് മണലൂരു വീട്ടിലെ മാധുവിൻ്റെ മോളാണ് കുഞ്ഞിക്കുമ്പ. ഒരുപാട് ധനമുള്ള ഒരു പ്രഭു കുടുംബത്തിലെ അമ്മയാണ്, പെറ്റൊരമ്മയാണ് മാധുവിൻ്റെ മോളാണ് ഈ കുഞ്ഞിക്കുമ്പ. അവൾക്ക് 13 വയസ്സുള്ളൊരു കുട്ടിയാണ് അവൾ കൈവരവ് കണ്ടിട്ടുണ്ട്. അത് മാത്രമേ നമ്മൾ, എന്താ ഈ കൈവരവ്? ഋതുമതിയായിട്ടുണ്ട്, പ്രായപൂർത്തിയായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഈ കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാർക്ക് എന്ന സംശയമൊന്നുമില്ല, ഇന്ന് തന്നെ ഞാൻ ഓളെ ഊഴം മുഴങ്ങും എന്ന് പറഞ്ഞു. നേരെ അങ്ങോട്ട് ചെന്നു കക്കാട്ട് ഈ കുറ്റ്യേരി വേഗം ഓളെ ഇന്ന് തന്നെ കണ്ട് കൊതിച്ച ഞാനാണ് കുഴപ്പം. അപ്പോൾ കാര്യക്കാർ വീണ്ടും പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട, ഓള് ഒക്കെയും കോമൻ്റെ ചിലവാകുന്നു. അവിടെ കോമൻ എന്ന് പറഞ്ഞിട്ട്, അതായത് കുഞ്ഞിക്കോമൻ, മണലൂര് വീട്ടിലെ തന്നെ കുഞ്ഞിക്കോമൻ, അതായത് ഇവരുടെ വീടിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരുപാട് ഭൂസ്വത്തുള്ള ആളാണ് ഈ കുഞ്ഞിക്കോമൻ. ആ കുഞ്ഞിക്കോമൻ ഇവളെ
എന്താണ് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവൾക്ക് ഈ കൈവരവിൻ്റെ ചിലവും എണ്ണ കൊടുക്കലും കടുത്ത ചടങ്ങുകളൊക്കെ നടത്താനിരിക്കുക. അതുകൊണ്ട് വേറെ ആർക്കും തന്നെ ഓളെ ഇന്നാരിക്കും കിട്ടൂലാലോ, അവളെ ഇന്ന് ആർക്കും കിട്ടില്ല. അത് കോമൻ ഏർപ്പാടിൻ്റെ പെൺകുട്ടിയായിട്ട് വിവാഹം കഴിക്കാനിരിക്കുകയാണെന്ന് ഇത് കേട്ടപ്പോൾ കക്കാട്ട് കുറ്റിയേരി നമ്പ്യാർക്ക് തോന്നിയേ, ഇത്ര വലിയ ധനവാനായ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മോഹിച്ച പെണ്ണിനെ വേറൊരുത്തം വരുമോ? അവനൊന്നും വരില്ല, അവൻ പറഞ്ഞതിന് മുമ്പ് എന്തായാലും വിട്ടുപിടിക്കും മണലൂർക്ക് എന്നും പറഞ്ഞ് മണലൂർ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നിട്ട് ഇവളുടെ അമ്മയെ കണ്ടു. അമ്മ മണലൂരിടത്തിലെ മാധു. അവർക്ക് ഇത്തിരി ധനമോഹമൊക്കെ ഉള്ള സ്ത്രീ കേട്ടോ. അവരോട് കാര്യം പറഞ്ഞു, എനിക്ക് ഇവിടുത്തെ മകളെ കുഞ്ഞിക്കൂമ്പെ ഇന്ന് ഊഴം വഴങ്ങണം, അതിനു വേണ്ടിയാണ് ഞാൻ വന്നേന്ന് പറഞ്ഞു. ഇന്ന് ഊഴം വഴങ്ങേ? അതെ, ഇന്ന് തന്നെ ഊഴം വഴങ്ങണം. ഞാനിന്ന് അവൾ കുളിക്കണടുത്ത് കണ്ടതാണ് ചിറയിൽ, എനിക്ക് കണ്ടപ്പോൾ മോഹം വന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഈ അമ്മ നോക്കിയപ്പോൾ ഏതായാലും 2 ദിവസം എങ്ങാണ്ട് പോയേക്കാണ് കുഞ്ഞിരിക്കോമൻ. അവൻ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞു, ഊഴം വഴങ്ങാൻ വരുമെന്നും പറഞ്ഞാൽ പോയേക്കണം. അതിനു മുമ്പ് ഈ നമ്പ്യാർ, എന്തൊരു നമ്പ്യാരാണ്, കുറ്റിയേരി നമ്പ്യാർ, ഊഴം വഴങ്ങണമെങ്കിൽ 2 ദിവസം അങ്ങോട്ട് വഴങ്ങിക്കോട്ടെ, നല്ല കനപ്പിടി സ്വർണം പണമൊക്കെ കിട്ടില്ലേ എന്ന് വിചാരിച്ച് പെറ്റോരമ്മ എന്ത് പറഞ്ഞു, നിങ്ങളിന്ന് വന്നോളൂ എന്ന് പറഞ്ഞു. ഓ ശരി, കേട്ട പാതി കേൾക്കാത്ത പാതി നമ്പ്യാർ സ്വന്തം വീട്ടിൽ പോയി ചമയങ്ങളൊക്കെ ചാമഞ്ഞു നമ്പ്യാർ. പണക്കിഴികൾ അങ്ങനെ എടുത്തു, ആമാടപ്പെട്ടി എടുത്തു, അത് കൂടാതെ കണ്ട് സ്വർണം ഒക്കെ ധാരാളമായിട്ട് അങ്ങോട്ട് എടുത്തു കയ്യിൽ ഓട്ടി എത്തി. ഒരു കണക്കിന് അന്തിമൂന്തി ആയ നേരം എന്ന് വെച്ചാൽ സന്ധ്യങ്കട് കഴിഞ്ഞ് സന്ധ്യ മയങ്ങിയ നേരത്ത് വന്ന വഴിക്ക് പടിഞ്ഞാറ്റ് വിരിച്ചിട്ടിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് കുമ്പ അവിടെ ഇരിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഈ പെറ്റോരമ്മ പടിഞ്ഞാറ്റിയിലേക്ക് വിട്ടു. സുഖായില്ലേ കുറ്റ്യാടി നമ്പ്യാരുടെ കാര്യം. വിചാരിച്ചോണം തന്നെ വന്നില്ലേ, 10-20 നായന്മാർ കാവൽ വന്നവർ വല്ലക്കെടുത്തവരൊക്കെ പടിപ്പുരയിൽ കാവൽ നിന്നു. ഇയാളകത്ത് ചെന്ന് കയറി കുമ്പ അമ്മ പറഞ്ഞാൽ അപ്പുറം നടക്കാൻ പറ്റുമോ? പേടിച്ചിട്ട്. കാര്യം കോവനെയാണ് പറഞ്ഞു വെച്ചേക്കണേ, ഒന്നും നടന്നിട്ടില്ല, വിവാഹമൊന്നും നടന്നിട്ടില്ല, പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് തോന്നിയതെന്താണെന്നോ, ഇതായിരിക്കാം കുഞ്ഞിക്കോമൻ എന്ന് വിചാരിച്ചു. എന്നാൽ ഇത്ര വയസ്സായി ആളോ, ഒരു സംശയമൊക്കെ ഉണ്ടായി. കുഞ്ഞിക്കോമൻ ചെറുപ്പക്കാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഇത്ര വയസ്സായ ആളോ, മിണ്ടാനും പേടിയായിട്ടത് മിണ്ടിയില്ല. നമ്പ്യാരാണെ മിണ്ടാനൊട്ട് സമ്മതിച്ചില്ല. അവളോട് നല്ല വാക്കൊക്കെ പറഞ്ഞു. എന്തിനു പറയണോ, അന്ന് രാത്രി ഊഴം വഴങ്ങി. പിറ്റേ ദിവസം കോമം വരുമോ എന്ന് ചോദിച്ചു പെറ്റോരമ്മ. ഇല്ലില്ല, എന്തോ ഇല്ല, നാളെ വരുള്ളൂ. അങ്ങനെ ഈ കണ്ടാൽ അങ്ങനെ വരാമെന്ന് കരുതി തീരുമാനിച്ച് ഇന്ന് ഊഴം വഴങ്ങാമെന്ന് വിചാരിച്ച് പോയിരിക്കുകയാണ് കേട്ടോ. നമ്പ്യാർ പോയിരിക്കുകയാണ്. നമ്പ്യാർ പോയി കഴിഞ്ഞപ്പോൾ ഊഴം വഴങ്ങാൻ സമ്മതിച്ച കാര്യം കക്കാട്ട് കുറ്റിയേരി നമ്പ്യാരുടെ ഭവനത്തിൽ അമ്മയോടും പെറ്റോരമ്മയോടും ഒക്കെ പറയാൻ ഭാര്യ മക്കളൊക്കെ ഉണ്ട് വേറെ, അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഇയാളെ അവിടെ ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇയാളിപ്പോൾ അങ്ങോട്ട് ചെല്ലേ. അതിനുവേണ്ടി കാര്യക്കാരെ പറഞ്ഞു വെച്ചു. കാര്യക്കാർ ഓടിപ്പോണുണ്ടോ അതിൻ്റെ പിന്നാലെ പല്ലക്ക്, നമ്പ്യാരുടെ പല്ലക്കും പോണമല്ലോ. അപ്പോൾ പടിപ്പുരയിലിരിക്കണ കുഞ്ഞോദയനം കണ്ടു. എന്താ കാര്യക്കാരെ നിങ്ങൾ ഓടിപ്പോണേന്ന് വെച്ചു. ഓടിപ്പോണതൊന്നും പറയണ്ട എൻ്റെ ഉദയന കുറുപ്പേ. ഓഹോ, എന്താതെന്ന് വെച്ചു. അപ്പോൾ കാര്യക്കാരുടെ വകയായിട്ട് ഒന്നങ്ങോട്ട് മസാല ചേർത്ത് വർത്താനം പറഞ്ഞു. ചിറയിൽ കുളിക്കുന്നതാ കുഞ്ഞിക്കൂമ്പെ കണ്ടു. കുറ്റ്യാടി നമ്പ്യാർക്ക്, കക്കാട്ട് കുറ്റിയേരി നമ്പ്യാർക്ക് അവളെ കണ്ടപ്പോൾ മോഹം തോന്നി. ഉടനെ തന്നെ മണലൂരിടത്തിൽ പോയി പെറ്റൊരമ്മ ഇന്ന് ഊഴം വഴങ്ങാൻ സമ്മതിച്ചേക്കുക, അപ്പോൾ പോകാനുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് ഞാൻ ഓടണേന്ന് പറഞ്ഞു. ഓഹോ, അപ്പം കോമൻ്റെ കാര്യമൊന്നും പറയണ്ട, കോമൻ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോയേക്കുക. ഈ നമ്പ്യാർ പറയണത് കോമനല്ല, വേറെ എത്ര കോമൻ. ഇന്നങ്ങാൻ കോമൻ വന്നിട്ടുണ്ട്. കോമനോ കോരനോ ആയോണ്ടാലും ആര് വന്നാലും വേണ്ടില്ല. ഇവിടെ കോമൻ വന്നാലും കൊള്ളാം, കോരൻ വന്നാലും കൊള്ളാം, ഏറി വന്നാൽ ഇനി മേപ്പയിൽ കുഞ്ഞോദേനം വന്നാലും വേണ്ടില്ല, ഇന്ന് കുമ്പയ്ക്ക് ഞാൻ ഊഴാൻ വഴങ്ങും, അത് ഉറപ്പാ എന്ന് വെല്ലുവിളിച്ചിട്ടാ കണ്ടാച്ചേരി നമ്പ്യാർ വെക്കണേ. കോമനോ കോരനോ പിന്നെ കുഞ്ഞോദയനോ
വന്നാലും നടക്കില്ല, നമ്പ്യാർ തന്നെയാണെന്ന് പറഞ്ഞു. ഓഹോ ഹോ, അങ്ങനെയാണോ? എന്നാൽ നമുക്ക് നോക്കാം. ഞാനിവിടെ മിണ്ടാണ്ട് വെറുതെ ഇരിക്കണ ആളാ, എന്നെ ആവശ്യമില്ലാണ്ട് മൂച്ച് കയറ്റുകയാണ് ഈ നമ്പ്യാർ എന്ന് കരുതിയ ഓതേനം വേഗം അങ്ങോട്ട് പോയി മേപ്പയിൽ വീട്ടിലേക്ക്. ചമയങ്ങളൊക്കെ ചമഞ്ഞു. കണ്ടാച്ചേരി ചാപ്പനോട് പറഞ്ഞു, ഇങ്ങനൊരു കാര്യമുണ്ട്, എന്നുണ്ട് കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാർ കുമ്പയെ ഊഴം വഴങ്ങാൻ ഞാൻ ചെന്നാലും പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണേ. കോമനോ കോരനോ കുഞ്ഞോ തേനനോ എന്നാ പറഞ്ഞേക്കണേ. അപ്പം അതൊന്നും മാറ്റണം, ആ ധാരണ മാറ്റണം എന്ന് പറഞ്ഞ് ചമയങ്ങൾ പറഞ്ഞ് സന്ധ്യ അങ്ങോട്ട് മയങ്ങേൻ്റെ പിന്നാലെ മണലൂർ വീട്ടിൽ ചെന്നു പെറ്റരമ്മോട് പറഞ്ഞു. ചമയങ്ങളൊക്കെ ചമഞ്ഞിട്ട് ഈ ഉദയനനെ കണ്ടപ്പോൾ അതേപോലെ തന്നെ തോന്നി. ഇത് തന്നെയാണ് നമ്പ്യാരെന്ന് കരുതിയിട്ട് പടിഞ്ഞാറ്റി വിരിച്ചിട്ടെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ കുമ്പെ കണ്ടു കഴിഞ്ഞിട്ട് ഉദയനൻ അന്നങ്ങ് ഊഴം വഴങ്ങി. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയാമോ? പടിഞ്ഞാറ്റി വാതിലടച്ച് കുമ്പയും ഉദയനനും അവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് കുറേ കഴിഞ്ഞപ്പോൾ ശരിയായിട്ടുള്ള നമ്പ്യാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പെറ്റോരമ്മ ചോദിച്ചു, നിങ്ങളാരാണെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ തന്നെ കക്കാട്ട് നമ്പ്യാർ, കുറ്റ്യേരി നമ്പ്യാർ. ഞാനിന്ന് ഊഴം വഴങ്ങാൻ വരും എന്ന് പറഞ്ഞിട്ടല്ലേ പോയി എന്ന് പറഞ്ഞു. നിങ്ങളോ നമ്പ്യാർ? ഇത് ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? ഇതെന്തൊരു പുതുമയത്? ഈ കക്കാട്ട് വീട്ടിലെ ഇവർ ചോദിച്ചു ഉടൻ തന്നെ. എന്ത് ചോദിച്ചു എന്നറിയാമോ? ഞാൻ 13 വയസ്സേ നിങ്ങളുടെ മകൾക്കുള്ളെങ്കിലും 18 വയസ്സ് മതിക്ക്, അത്ര കണ്ട് ഞാൻ മോഹിച്ചിട്ട് വന്നതാ. അങ്ങനെയൊക്കെ ചെന്ന് ഇവിടം വരെ എത്ര ഓട്ടം ഓടിയിട്ടാ, എന്നിട്ടും ഇവിടം വരെ വന്ന് ഇപ്പോൾ എല്ലാം ചെയ്യുന്ന ഇപ്പം നേരം പാതിരാവറായി. കുഞ്ഞോദേനൻ ചെന്ന് അവിടെ പടിഞ്ഞാറ്റിയിൽ കുമ്പയുമായിട്ട് ശയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് വേഗം പടിഞ്ഞാറ്റേ പോയി അമ്മ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഒരു നേരം പാതിരയാവാൻ നേരത്ത് ഈ കക്കാട്ടിയിടത്തിലെ നമ്പ്യാർ അവിടെ ചെന്നു. 22 നായന്മാരൊക്കെ കൂടെ ഉണ്ട്. മണലൂർ വീട്ടിലൊക്കെ അവർ വന്നേരത്ത് മണലൂർ വീട്ടിലെ ഈ പെറ്റൊരമ്മയാണ് ഇവർ വരണ കണ്ടിട്ട് ചെന്ന് വാതിൽ തുറന്നത്. ഇയാളെ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളാരാന്ന് ചോദിച്ചു അമ്മ. അപ്പോൾ പറഞ്ഞു, ഞാൻ നമ്പ്യാരാണല്ലോ, ഞാൻ ഒത്തിരി നേരത്തെ ഇവിടെ വന്നൊന്ന് ഊഴം വഴങ്ങാൻ വരുമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്ന്. അപ്പം ഈ അമ്മ അന്തം വിട്ടുപോയി. പെറ്റോരമ്മ പറഞ്ഞു, ഇതെല്ലാം എന്തു പുതുമയാണ്, ഇതൊക്കെ എന്ത് പുതുമയാണ്, എനിക്ക് മനസ്സിലാവണില്ല. എന്താ അത്? കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാരെ പകലെ ഇവിടെ വന്ന് ഊഴം വഴങ്ങണ കാര്യം പറഞ്ഞു കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാർ. അതൊക്കെ സത്യമാണ്. പക്ഷേ നമ്പ്യാരെ പടിഞ്ഞാറ്റേലുറങ്ങുന്നുണ്ട്. നമ്പ്യാർ ഇവിടെ സന്ധ്യയായിപ്പോൾ വന്നു. അങ്ങരുതേ പടിഞ്ഞാറ്റയിൽ കുമ്പയോടൊപ്പം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പം വന്നുള്ള നമ്പ്യാരേതാ? ഇപ്പം ഈ വന്നേക്കണ നമ്പ്യാർ ഇതേത് നമ്പ്യാരാടപ്പ? എനിക്കിതൊന്നും തിരിയുന്നില്ല, എനിക്കിതെന്ത് കഥയാണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 10-22 നായന്മാരും കാര്യക്കാരന്മാരും ഒക്കെ എന്തു പറഞ്ഞു? ഇപ്പം വന്നുള്ള നമ്പ്യാരാണ്, ഇപ്പം ഈ വന്നേക്കണ നമ്പ്യാരാണ് കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാർ. ഇയാളാണ് കക്കാട്ട് കുറ്റ്യേരി നമ്പ്യാർ. നേരത്തെ വന്നതാരെന്നും നമുക്കറിയില്ല. പടിഞ്ഞാറ്റേ കൂടിയുള്ള നമ്പ്യാർ, പടിഞ്ഞാറ്റേ കയറി കൂടിയിരിക്കണ നമ്പ്യാരാരാണ്? ഏതാണെന്നോ അറിയില്ല പെറ്റോരമ്മേ, അതാരാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അമ്മ എന്ത് പറഞ്ഞു, നിങ്ങൾ വേഗത്തിൽ പൊക്കോ, വേഗം ഓടിപ്പൊക്കോ. ഇവിടെ ഇതെങ്ങാനും ഈ മണലൂർ വീട്ടിലെ കുഞ്ഞിക്കോമൻ അറിഞ്ഞാൽ, ഒരു നമ്പ്യാർ വന്നു, പിന്നൊരു നമ്പ്യാർ വന്നു, നമ്പ്യാർ ഇവിടേക്കകം വന്നു എന്നറിഞ്ഞാൽ വേഗം തന്നെ ഇവിടം വിട്ട് പൊക്കോ. കോമം വന്നാൽ നിങ്ങളുടെ തല കാണില്ല ഇവിടം വിട്ടത്. അപ്പം ഇയാൾ വീണ്ടും പറഞ്ഞു, എത്ര നടത്തം ഞാൻ നടന്നു,
ഞാൻ ആദ്യം അങ്ങോട്ട് നടന്നു, കുളിക്കണം കണ്ടു, പിന്നെ അങ്ങോട്ട് നടന്നു, ചമയങ്ങൾ അണിഞ്ഞു, ഇങ്ങോട്ട് നടന്നു. ഇവിടെ വന്നിട്ട് ഊഴം വഴങ്ങാൻ പറ്റില്ല എന്നോ വേറൊരു നമ്പ്യാർ വന്നു. എന്തെന്ന് ഈ പെറ്റോരമ്മ പറയണേ എന്ന് പറഞ്ഞ ശണ്ടകൂടി. അപ്പോൾ നേരം വിളിച്ച് അപ്പം ഈ അമ്മ എന്ത് തീരുമാനിച്ചു, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഏത് നമ്പ്യാരെ അകത്ത് കയറിയിരിക്കണമെന്ന് രാവിലെ ഏറ്റ് പോകുമ്പോൾ ഞാൻ നോക്കി പറയാം എന്ന് പറഞ്ഞ അമ്മ അവിടെ വിരിച്ച് അവിടെ കണ്ടിരുന്നു. നമ്പ്യാരെ അപ്പം എന്ത് വിചാരിച്ചു, ഈ അമ്മയെ കൊണ്ട് പകരമൊന്നും ചോദിപ്പിക്കാൻ പറ്റില്ല, ഞാൻ തന്നെ എന്തെങ്കിലും വേണം, ഞാൻ അവളെ കക്കാട്ടുകുറ്റിയേരി നമ്പ്യാർ ഊഴം വഴങ്ങാൻ വന്നിട്ട് പറ്റാതെ പോകണു എന്ന് പറഞ്ഞാൽ അതിനൊരു ശിക്ഷ കുമ്പയ്ക്ക് കൊടുക്കാതെ പറ്റില്ല. അവളെ എന്ത് വിചാരിച്ചിട്ട് ഈ അകത്ത് പടിഞ്ഞാറ്റിയിലേക്ക് വേറെ നമ്പ്യാരെ കയറ്റിയത്? അങ്ങനെയായിപ്പോൾ വേഗം എന്തു പറഞ്ഞു, ഇനി അങ്ങനെ നേരം വെളുക്കുന്നത് വരെ ഈ അമ്മ അവിടെ കാവലിരുന്നു. നമ്പ്യാർ തിരിച്ചുപോയി. നമ്പ്യാർ അന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കുറിച്ചിട്ടു. മണലൂരിടത്തിലെ കുമ്പയ്ക്ക് ഇതിന് ശിക്ഷ കിട്ടാതെ പറ്റില്ല, അവളെ എന്നെ ചതിച്ചു. ഞാനാണോ ഈ മണലൂരിടം ദേശത്തിൻ്റെ മുഴുവൻ നാഥനായ എന്നെ ഊഴം വഴങ്ങേണ്ട അവൾ വേറെ ആരെയോ വിളിച്ച് ഊഴം വഴങ്ങിയേക്കണം. അതിനവളെ ഞാൻ അവൾക്കൊരു ശിക്ഷ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ശിക്ഷ അതത്ര നിസ്സാരത്തിൽ കൂടി ഒന്നും പോകില്ല എന്ന തീരുമാനം എടുത്ത് അയാൾ ദേഷ്യം വന്ന് സ്വന്തം ഈ കക്കാട്ടുകുറ്റിയേരി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. നേരം പ്രഭാതമായപ്പോൾ ഒതേനൻ പുലർന്നപ്പോൾ പടിഞ്ഞാറ്റിയിൽ നിന്ന് ഇറങ്ങി വന്നു. മാധുവിൻ്റെ മണലൂരിടത്തിലെ മാധുവമ്മ ഉദയനനെ കണ്ട് അന്തം വിട്ടു. ആരായി വരണേ? മേപ്പയിൽ മാണിക്കത്തെ കുഞ്ഞോദയനനോ? നീയായിരുന്ന സന്ധ്യയ്ക്ക് വന്നത്, ഊഴം വഴങ്ങാൻ വന്നത്? എൻ്റെ പിള്ളേ, ഞാനോർത്തത് ആ കുറ്റ്യാടി നമ്പ്യാരാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണല്ലോ. ഇപ്പം അയാൾ ഇവിടെ വന്നിട്ട് തുള്ളിച്ചാടി നിന്നെക്കൊണ്ട് ഇനി കോമനെ കൊണ്ട് അവളെ തൊടിയിക്കില്ല, അവളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോയേക്കാണല്ലോ. ഇനിയിപ്പോൾ എന്തൊരു വഴി വേണ്ടു? ഓതേന, നീ തന്നെ അവളെ ഏൽക്കും. അപ്പോൾ പറഞ്ഞു, ഇല്ല, അയാളെ എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ഇവിടെ കോമനല്ല കോരനല്ല കുഞ്ഞോദയനം വന്നാലും ഊഴം വഴങ്ങാൻ സമ്മതിക്കില്ല എന്ന്. അതുകൊണ്ട് അയാളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്, അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെ നമ്പ്യാർ, ഈ ഇത്ര വയസ്സും പ്രായമുള്ള നമ്പ്യാരത്. എന്നിട്ട് ഈ കൊച്ചു പെണ്ണിനെ 13 വയസ്സല്ലേ നിങ്ങളുടെ കുട്ടിക്കായിട്ടുള്ളൂ, ആ കുട്ടിയെ ഊഴം വഴങ്ങണമെന്ന് മോഹിച്ചാലോ? അത് ശരിയാവില്ല. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് 24 വയസ്സേ ഉള്ളൂ, അത്രത്തോളമൊന്നും പ്രായമില്ല. എൻ്റെ അച്ഛനാവാൻ പ്രായമുണ്ടോ നമ്പ്യാർക്ക്? ആ നമ്പ്യാരുണ്ട്. എന്നിട്ട് എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ആ വെല്ലുവിളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് ഊഴം വഴങ്ങിയത്. ഏറിയാൽ ഞാൻ നാളെയും കൂടി ഊഴം വഴങ്ങാൻ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വരില്ല. ഞാൻ കുമ്പയെ ഒരിക്കലും ഉപദ്രവിക്കില്ല. അവൾക്ക് പിന്നെ ആര് ബന്ധുവായിട്ട് വരണേനും എനിക്കൊട്ട് വിരോധമില്ല. ഏതായാലും കോമൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് അമ്മ പറഞ്ഞില്ലേ, അതനുസരിച്ച് 2 ദിവസം ഞാനിവിടെ ഊഴം വഴങ്ങും. ഇന്നും അന്തിമോന്തി നേരത്ത് ഞാൻ വരും. നാളെ തൊട്ട് ഞാനിങ്ങോട്ട് വരികയില്ല, കുമ്പയെ ഒരു വിധത്തിൽ ഉപദ്രവിക്കുകയില്ല, ഒന്നുമില്ല. എന്നും എനിക്ക് അവളോട് സൗഹൃദേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് കുഞ്ഞോദയനൻ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ കുഞ്ഞോദയനെ ഭർത്താവായി കിട്ടില്ല. കോമനാണെങ്കിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കോമൻ ഇവളെ ഭർത്താവായി സ്വീകരിക്കുക, അതുമില്ല. നമ്പ്യാർ വരും, നമ്പ്യാരും വരില്ല. ഇനിയിപ്പോൾ കുമ്പയ്ക്ക് എന്താ ഒരു ജീവിതമാർഗം? നമ്പ്യാർ എന്ത് ശിക്ഷ അവൾക്ക് കൊടുക്കാൻ പോണേ? കുഞ്ഞോദയനൻ അതിനെന്തെങ്കിലും ഒരു പരിഹാരം എത്തിപ്പിടിക്കും. ഇതൊക്കെ നമുക്കറിയണ്ടേ? നാളെ വരും. കഥകളത്തി സാഗരത്തിലേക്ക് നാളെ വരും. ഞാൻ ഇതിൻ്റെ 2ാം ഭാഗം നാളെ പറയൂ കേട്ടോ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ ചാനലിൽ വരണം.
കഥകൾ കേൾക്കണം. വടക്കൻ പാട്ടുകൾ നമ്മുടെ ഉത്തര കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ ജീവിതമാണ്, സമുദായ വ്യവസ്ഥിതിയാണ്. ഇതിവിടെ നടന്ന സംഭവങ്ങളാണ് ഒരു 350 കൊല്ലം മുമ്പ്. അത്രയേ ഉള്ളൂ. നന്ദി.